പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 2020-ലാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആരംഭിച്ചത്. 4 കോടി രൂപ ചെലവഴിച്ച് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ട്രിച്ചി നരസിംഹാചാര്യയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. ആലപ്പുഴ ചന്തിരൂർ കർമാലയം മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു മരപ്പണികൾ. ട്രിച്ചിയിൽ നിന്നും കൊണ്ടുവന്ന കൃഷ്ണശില ഉപയോഗിച്ചാണ് നിർമ്മാണം. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ആനക്കൊട്ടിലിന്റെ നവീകരണം നടന്നുവരുന്നു. ആനക്കൊട്ടിലിന്റെ തൂണുകളിലെ സാലഭഞ്ജികകൾ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു. സിമന്റിലാണ് മനോഹരമായ രൂപങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പഴയ തൂണുകൾ ചുടുകട്ട കൊണ്ട് പൊതിഞ്ഞ് അതിനു മുകളിൽ സിമന്റിലാണ് രൂപങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പണികൾ പൂർത്തിയാക്കി 2026 മാർച്ച് മാസത്തിൽ കലശം നടത്താനുള്ള ശ്രമത്തിലാണെന്ന് ദേവസ്വം മാനേജർ സരീഷ് പറഞ്ഞു. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തോടുകൂടി എല്ലാ പണികളും പൂർത്തീകരിച്ച് കലശത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നു വരുന്ന ആനക്കൊട്ടിലിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നു. ആനക്കൊട്ടിലിൻ്റെ തറ ഗ്രാനൈറ്റ് ഇടുക, അതുപോലെ തൂണുകൾ, സ്ഥലഭഞ്ജികളെ എല്ലാം ഏകദേശം 32ഓളം പ്രതിമകൾ സ്ഥലഭഞ്ജികളുടെ രൂപത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴി, ചുറ്റമ്പലങ്ങളുടെ പെയിൻറ്റിങ്, ആൽത്തറ, സർപ്പക്കാവ് എല്ലാത്തിൻ്റെയും പ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പുറംമതിലിൻ്റെ പ്രവൃത്തികൾ ഇവയെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ കലശത്തിലേക്ക് പോവുകയാണ്. 700ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രം ജീർണാവസ്ഥയിലായതോടെയാണ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നത്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 2 ഗണപതി ഉപദേവന്മാരും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ബാലഗണപതി, മൂലഗണപതി പ്രതിഷ്ഠകളുടെ തുമ്പിക്കൈ വലതുവശത്തേക്ക് തിരിഞ്ഞതാണെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.